ഹേ ഗൈസ്, ടുഡേയ്സ് വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ. രാവിലെ തന്നെ നല്ല ചൂട് അപ്പവും ചിക്കൻ വരട്ടിയതും കഴിച്ചു. അതിനുശേഷം കുനാഫ പിസ്താച്ച് ചോക്ലേറ്റ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുളിച്ച് ഫ്രഷായി വന്നപ്പോഴത്തേക്കും എനിക്ക് വേറൊരു മിഠായി കിട്ടി. ടൊബ്ലറോൺ പോലെയെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞില്ല. ഗൾഫിലത്തെ ഒരു മിഠായിയാണ്. അതിനുശേഷം ഉമ്മ എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി തന്നു. വയറ് ഷേപ്പില്ലാത്ത ഞാൻ ഇത്തിരി കുടിച്ചുള്ളൂ. ശേഷം ഉച്ചയ്ക്ക് നമുക്ക് നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടവുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല സോഫ്റ്റ് മസാലകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റായിരുന്നു ചിക്കൻ കൊണ്ടാട്ടത്തിന്. അതൊരു പിടി കഴിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഫോണെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഒരു പിക്കിളുണ്ടായി, അത് ഞാൻ കണ്ടപ്പോൾ വെറുതെ കഴിച്ചു നോക്കിയാണ്. സംഭവം കൊള്ളാം. അത് ഒരു മീനച്ചാറാണ്. അതിനുശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വിശക്കാൻ തുടങ്ങി. കുറച്ച് ചിപ്സ് ലേസ് എടുത്ത് കഴിച്ചു. ശേഷം ഫ്രഞ്ച് ഫ്രൈസും മയോണൈസും ഉമ്മി ഉണ്ടാക്കി തന്നു ഒരു 6 മണിയായപ്പോഴത്തേക്കും. അപ്പം ഞാനത് കഴിച്ചു. സത്യത്തിൽ പറഞ്ഞതൊക്കെ കഴിച്ചപ്പോഴത്തേക്കും വയറ് നിറഞ്ഞിട്ട് എനിക്ക് അനങ്ങാൻ വയ്യായിരുന്നു. അതിനായി ഇത്തിരിയേ കഴിച്ചുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് ഇത്തിരിയൊക്കെ ഞാനുമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയോണ്ടല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ മൗത്താത്രം കാണുന്നുള്ളൂ, കാരണം മൗത്താത്രം പിടിച്ചോളൂ. അതിന് ശേഷം ഇത് ഗുളിക പോലെയാണ്. എനിക്ക് ഓരോ ഫുഡ് കഴിയുമ്പോഴത്തേക്കും പിസ്താച്ച് കുനാഫ ചോക്ലേറ്റ് കഴിക്കണം. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ഇതിൻ്റെ ഫ്ലേവർ എൻ്റെ നാക്കിൽ പിടിച്ചു പോയി. അത് ഞാൻ വീണ്ടും വീണ്ടും കഴിക്കുകയായിരുന്നു. അത്രയും ടേസ്റ്റായിരുന്നു. അതേപോലത്തെ കുറേ മിഠായി ഉണ്ടായിരുന്നു, കുനാഫ ചോക്ലേറ്റ്. പിന്നെ ആ പിങ്ക് എന്തോ ഈ ഡേറ്റ്സിൻ്റെ എന്തോ ക്രീം ഫില്ല് ചെയ്തതാണ്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ബ്രൗൺ സ്റ്റിക്കിൻ്റെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സിൽവർ അതെ സെയിം ആയിരുന്നു. ശേഷം നമ്മൾ ഫോർട്ട് ബീച്ചിൽ പോയായിരുന്നു. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, മറ്റേ ഷാറുഖ് ഖാൻ്റെ സ്റ്റെപ്പാണ് ഞാൻ ഈ കാട്ടണത്. നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ഈ വീഡിയോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ വാപ്പിയാണ്. ശേഷം അവിടുന്ന് വന്നപ്പോഴത്തേക്കും ഒരു 9 മണിയായി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഷവർമ കഴിച്ചു. മെറ്റൈനോട് എൻ്റെ ഫ്രെയിമിലൊക്കെ ഇതാക്കാം. പിന്നെ ഒരു ഡയറി മിൽക്ക് കഴിച്ചു. രാത്രി ആയപ്പോൾ നല്ല അൽഫാമും 12 മണിയായപ്പോൾ വിശക്കാൻ തുടങ്ങി. നല്ല അൽഫാമും കുബൂസും മയോണൈസും നല്ല ടേസ്റ്റായിരുന്നു. അതിന് ശേഷം കുറച്ച് പിസ്ത ഒറിജിനൽ ബദാം കഴിച്ചു. പിസ്തേൻ്റെ ടേസ്റ്റ് ആയിരുന്നു ബദാം എന്ന് പറഞ്ഞിട്ട്. പിന്നെ വീണ്ടും എൻ്റെ ഗുളിക മീൻസ് പിസ്താച്ചോ കുനാഫ ചോക്ലേറ്റ് ഇതും കൂടെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ലവ് യു ആൻഡ് ബൈ.